ആ കാണാണ്ട് അല്ലെ ഏതായിരുന്നു മനസ്സിലായത്? അതില് ഫില്ലറ്റ് കൊടുത്തോ? കോർണർ ഫില്ലറ്റ് കൊടുത്താണോ? നമ്മള് കോർണറിൽ നമ്മളെ റേഡിയസ് പോലെ കൊടുത്തിട്ട് അടിയിലിരിക്കുന്ന വരില്ലേ, ലൈൻ വരച്ചിട്ട്. ആ സർക്കിളിന്റെ സെന്റർ ചെയ്യുന്ന നമ്മള് 40 അങ്ങനെ ആക്കിയിട്ട് അടിയിലിരിക്കുന്ന ഇതില്ലേ, ആ 2 സർക്കിൾ അല്ലാണ്ട് സെന്ററിലുള്ള പോർഷനില് മനസ്സിലായില്ലെന്നല്ല, ചെയ്യാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ ലെറ്റർ ചോദിക്കാറുണ്ട് കുറച്ചൊക്കെ. ഈ ഫ്രഞ്ച് സബ്രോളില്ലേ, ഓക്കെ. അതുണ്ടെണ്ണം അത് പറഞ്ഞാൽ മതി. കുടിക്കാനേലും വേണം. ഈ ഓർഡർ പ്രൈസ് പറഞ്ഞു. ക്രിസ്പി ഫ്രഞ്ച് സബ്രോള് 2 ഓർഡർ പ്രൈസ് പറഞ്ഞു. ക്രിസ്പി ഓർഡർ പ്രൈസ് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന്റെ ഒരു 1-2 സബ്ജക്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റെക്ടാങ്കിളിന്റെ കുറച്ച് കാര്യങ്ങളൂടി റെക്ടാങ്കിൾ ഷേപ്പിൽ സമയം കിട്ടുവാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊരു പറയാം. റെക്ടാങ്കിൾ സമയത്ത് റെക്ടാങ്കിൾ സിമ്പിളായിട്ട് നമുക്ക് പോയിന്റ് ബേസ് ചെയ്തിട്ട് റെക്ടാങ്കിൾ വരയ്ക്കും. ആ ഒരു പൊടി നന്നായി റെക്ടാങ്കിള് നമ്മളന്ന് വരച്ച സമയത്ത് സിമ്പിളായിട്ട് 1-2 കാര്യങ്ങളൂടി പറഞ്ഞുതരാനുണ്ടായിരുന്നു. ഒന്ന്, ഈ ഇപ്പൊ റെക്ടാങ്കിൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് റെക്ടാങ്കിൾ വരയ്ക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റെക്ടാങ്കിൾ വരയ്ക്കാം. അതുകൂടാതെ നമുക്ക് ഇതിന്റെ ആങ്കർ ടു ഒറിജിൻ കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഒറിജിൻ പോയിന്റ് ഒറിജിൻ കൊടുത്തിട്ട് വേണം നമുക്ക് സെൻട്രൽ പോയിന്റ് വരയ്ക്കാം. ഇതിന് നമുക്ക് ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിന്റെ ഒരു സാധനം ഓണാക്കിയാണ്, പക്ഷെ അത് 1 മിനിറ്റ് കിട്ടത്തുള്ളൂ. ക്ലോസ് ആയിക്കോട്ടെ.
കോഡിംഗ് ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഇട്ടാണ്, പക്ഷെ അത് വർക്കിംഗ് ആവുന്നില്ല. ഞാൻ നാളെ ഒന്നുകൂടി നോക്കിയിട്ട് അത് ട്രയൽ വേർഷനിൽ നമുക്കൊരു മിനിമം സമയത്ത് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ റെക്ടാങ്കിളിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ റെക്ടാങ്കിളിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അധികമായിട്ടുണ്ട്. റെക്ടാങ്കിൾ ഷേപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ വരച്ചുകൊണ്ട് നമുക്കിവിടെ അന്ന് ഞാൻ പറഞ്ഞ നമുക്കിവിടെ ഒരു വിഡ്ത്ത് ഒരു 150, അതുപോലെ ഹൈറ്റ് 100, ഇങ്ങനെ ഹൈറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ കോർണറുകളിലൊക്കെ വേണമെങ്കിൽ റേഡിയസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു കോർണർ കൂടി റേഡിയസ് ഉള്ള ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു 10 റേഡിയസ് കൂടി കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റ് കൂടി വരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റൊട്ടേഷൻ ആംഗിൾ ഉണ്ട്. നമ്മളൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ റൊട്ടേഷൻ ആംഗിൾ ഒരു 10 ഡിഗ്രി ചരിച്ചു കൊടുക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റൊട്ടേഷൻ ആംഗിൾ എന്നൊരു മെത്തേഡ് കൂടി നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഒറിജിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിലിപ്പോ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 10 ഡിഗ്രി ആംഗിളോട് കൊടുത്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ 0 ചെയ്ത് നമുക്കൊരു 90 ഡിഗ്രിയിലാണ് ഇത് വേണമെങ്കിൽ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രിയാണ് വേണമെങ്കിൽ 45, 0 ആണെങ്കിൽ 0, കറക്റ്റ് ഷേപ്പ് വരും. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇതില് സ്ക്രീൻ പോലെയാണ്. നമുക്ക് മിഡ് പോയിന്റിൽ നിന്ന് വേണം കേട്ടോ, ഇതിന്റെ ഒറിജിൻ മിഡിലേക്ക് വരും. നമുക്കൊരു കോർണർ ബേസ് ചെയ്തിട്ട് വേണം. അതായത് XY കോർഡിനേറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു കോർഡിനേറ്റിൽ വേണം. ഓക്കെ, നമ്മൾ ഈ ഒരു കോർണറിൽ നിന്നാണ് വേണ്ടെങ്കിൽ നമുക്ക് മിഡ് പോയിന്റ് ഉണ്ടോ. ഇവിടെ ഞാൻ ഇത് മാറുന്നതിനനുസരിച്ച് ഈ പോയിന്റുകൾ മാറി മാറി വരുന്നുണ്ടോ. ഓക്കെ, നമ്മൾ ഈ പോയിന്റുകൾ മാറുന്നതനുസരിച്ച് മാറി മാറി വരുന്നുണ്ടോ. അപ്പം ഈ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് നമ്മുടെ ആസ് പെർ ഡ്രോയിങ്ങിനനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് അടുത്ത സെൻട്രൽ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെൻട്രൽ പോയിന്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു അഡീഷണൽ ഓപ്ഷനാണ്. നമ്മളിപ്പോൾ ഒരു സർഫസ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അത് ഞാൻ നിങ്ങൾക്ക് സർഫസ് പറയാത്തതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ പറയാഞ്ഞത്. ഓക്കെ, അത് വേണ്ട. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡ് കൂടി നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, ഫില്ലറ്റ് വേണം ഫില്ലറ്റ് കൊടുക്കാം, ആംഗിൾ വേണം ആംഗിൾ കൊടുക്കാം. ബാക്കിയുള്ള ഞാനന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റെക്ടാങ്കിൾ ഷേപ്സിന്റെ പോളിഗൺ എലിപ്സ് ഒക്കെ ഞാനന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ റെക്ടാങ്കിളിന്റെ ഈ ഒരു മെത്തേഡ് നമുക്കത് പറയാത്തതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടി ഈ ഷേപ്പിനകത്ത്. പിന്നെ അതുപോലെ ഇത് ഞാൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ റെക്ടാങ്കിൾ ഇത് നമുക്ക് സിംഗിൾ ഡി റെക്ടാങ്കിൾ ഇതൊന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ഓരോ ഷേപ്പിനനുസരിച്ച് മാറാം. ഇവ റെക്ടാങ്കിൾ കറക്റ്റ് ഇതൊരു ഫുൾ ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ വേണ്ട നമ്മൾ സ്ലോട്ടുകളൊക്കെ ഇല്ലേ, അത് വെക്കുമ്പോൾ നമുക്ക് ഈ ഓപ്പറോൺ എന്ന് പറഞ്ഞത് കൊടുത്തിട്ട് നമ്മളിവിടെ ലെങ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വരും. 10, 50 ഓട്ടോമാറ്റിക്കായിട്ട് ആ റേഡിയസ് ഇവിടെ ഇങ്ങനെ കാൽക്കുലേഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഡി നമ്മുടെ ഈ ഡൈലേ കാണുന്നതാണ് നമ്മൾ സിംഗിൾ ഡി. ഇവിടെ റേഡിയസ് കിടക്കുന്നതുകൊണ്ടാണ് അത് 0 ഡി. ഇവിടെ നമ്മൾ റേഡിയസ് എത്രയാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഡി ഒക്കെ അടിക്കില്ലേ അത്. അതുപോലെ തന്നെ ഡബിൾ ഡി, 2 സൈഡിലേക്കും വേണ്ട. അതിന് ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ അത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഏതോ ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ റെക്റ്റാങ്കിളിലെന്ന് നമുക്ക് പറയാത്തൊരു ഓപ്ഷൻ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വരച്ച മോഡലിനകത്ത് നമ്മൾ ഈ ആർക്ക് ടാൻജന്റ് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നു.
അതൊന്ന് പറയാനായിട്ട് വിട്ടുപോയി. അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു മോഡൽ വരച്ച സമയത്ത് നമുക്കത് കാണിക്കണ്ടായി. അപ്പൊ നമ്മൾ അതുകൂടി ഒന്ന് സർക്യൂട്ട്സിന്റെ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ആവശ്യകത വരില്ല. എന്നാൽ പോലും നമ്മളത് പഠിച്ചിരിക്കുന്ന സമയത്ത് അതുകൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് പറയണത്. നമുക്ക് കുറച്ച് ലൈൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ ആർക്ക് ടാൻജന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ആർക്ക് വൺ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ടാൻജന്റ് ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർക്ക് ടാൻജന്റ് ആയിട്ട് ക്രിയേറ്റ് ആകും. അതാണ് ആർക്ക് വൺ എൻറ്റിറ്റി. അതുപോലെ തന്നെ വൺ പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ടും ഇവിടെ നമുക്ക് ഒരു പാർസലിൽ എഴുതി വരും സെലക്ട് ദ എൻറ്റിറ്റി ദാറ്റ് ആർക്ക് ബി ടാൻജന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ആർക്ക് സെലക്ട് ത്രൂ പോയിന്റ് ഒരു പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആർക്ക് വൺ പോയിന്റ് ഈ സെലക്ട് ചെയ്ത് ഈ പോയിന്റ് സെലക്ട് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ ആർക്കിന്റെ ടാൻജന്റിലേക്ക് നമുക്കൊരു റേഡിയസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട ഏതാണോ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ലൈൻ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഒരു സർക്കിൾ നമ്മളിപ്പോൾ റേഡിയസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേഡിയസ് വാല്യൂയിലേക്ക് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് ആർക്ക് സെൻട്രൽ ലൈൻ. അപ്പോൾ നമുക്ക് ഏത് ഇതിലാണോ വേണ്ടത് അതിനെ ഒരു ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇത് കൊടുക്കാമെങ്കിൽ ഈ രണ്ട് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സെൻട്രൽ ആർക്ക് ക്രിയേറ്റ് ആകും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ആകും. അപ്പോൾ ഈ ലൈനിന്റെ മാക്സിമത്തിൽ വരിക ഇത് വരേണ്ടത്. ഓക്കെ, പിന്നെ ആർക്ക് ഡൈനാമിക്. അപ്പൊ നമ്മളൊരു ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളൊരു പോയിന്റ് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒരു എൻഡ് പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ എൻഡ് പോയിന്റിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിന്റെ ഒരു ടാൻജന്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അടുത്തൊരു പോയിന്റ് കൊടുക്കുന്നവരെ നമുക്ക് ആ ടാൻജന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ആർക്ക് ടാൻജന്റ് എടുക്കുക, ആർക്ക് ഡൈനാമിക്. അപ്പൊ നമ്മൾ ഏത് ഒരു എൻറ്റിറ്റി സെലക്ട് ചെയ്യാം. ഈ എൻറ്റിറ്റിയുടെ ഇവിടെ നിന്നാണ് നമുക്ക് ആർക്ക് വേണ്ടത്. അപ്പൊ ഇത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ടാൻജന്റ് ഇവിടെയും ക്രിയേറ്റ് ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആർക്ക് ടാൻജന്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ആർക്ക് ഡൈനാമിക് എടുക്കുക, ഈ ആർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിങ്ങനൊരു ഇത് വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആർക്കിന്റെ ക്വാഡ്രന്റ് പോയിന്റ് എടുത്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതിലേക്കുണ്ട് ഒരു ടാൻജന്റ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും അതുപോലെ തന്നെ ആർക്ക് ടാൻജന്റ് എടുക്കുക. ഇവിടെ നമ്മൾ ആർക്കിന്റെ ക്വാഡ്രന്റ് പോയിന്റ്, നമുക്ക് ഈ ക്വാഡ്രന്റ് പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് ആർക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷേപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആർക്കും നമുക്ക് റേഡിയസ് അറിയാൻ പറ്റില്ല എത്രയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവം തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ആർക്ക് ടാൻജന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ആർക്ക് ഡൈനാമിക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ആർക്ക് 3 എൻറ്റിറ്റീസ്, അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. നമുക്ക് 3 ലൈൻ വെച്ചിട്ട് പിന്നെ 3 ലൈൻ വെച്ചു. അപ്പോൾ ഇതിന് ടാൻജന്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ആർക്ക് വേണം. അപ്പം അങ്ങനെയുള്ള ഒരു കേസുകളിലാണ് നമുക്ക് ആർക്ക് 3 എൻറ്റിറ്റീസ് നമ്മൾ ഇത് കേട്ടോ. ഈ 3 എണ്ണത്തിനാണ് ഇവിടുന്ന് ടാൻജന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ മിഡ് പോയിന്റ് ടാൻജന്റ് ടച്ചായി, ഇതിന്റെ എൻഡ് പോയിന്റ് ടാൻജന്റ് ടച്ചായി. അപ്പൊ ഇങ്ങനെ ഈ 3 ബേസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടാൻജന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആർക്ക് 3 പോയിന്റ്.
സെയിം അതേ മെത്തേഡ് സർക്കിൾ 380s, ആർക്ക് 280s. ഓക്കെ, അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് പിന്നെ അന്ന് വരച്ചതിനകത്ത് ഒരു ഡ്രോയിങ് വരച്ചൊരു ഡ്രോയിങ് നമ്മൾ ഈ ഒരു ആർക്ക് വരച്ചതിനകത്ത് അന്നൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് ഞാനത് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിള് 130, ഓക്കെ, അവിടുന്ന് 18 നമ്മുടെ മറ്റേ ഓഫ്സെറ്റ്. കഴിഞ്ഞോ? വരയ്ക്കറിയോ? നോക്കിയായിരിക്കും, പുള്ളി പറഞ്ഞു നോക്കിയായിരിക്കും. ഇന്റർസെക്ഷൻ പോയിന്റ് കൊണ്ട് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 വൈറ്റ് ലൈൻ തെളിഞ്ഞപ്പോൾ ഇന്റർസെക്ഷൻ ആയെന്നാണ് എൻ്റെ അർത്ഥം. ആ കർസറിന്റെ മറ്റൊരു സിമ്പിൾ കണ്ടോ, അത് നമുക്ക് ആ പോയിന്റ് ഓൾറെഡി സെലക്ഷൻ ആയതാണ്. 52 ഇവിടുന്ന് നമുക്ക് ഈ ഒരു 180 ഡിഗ്രിയുടെ ഒരു റേഡിയസ് ആണ് ഇതിലേക്ക് വേണ്ടത്. പടം വരച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന് നമ്മൾക്ക് ആർക്ക് ടാൻജന്റിനകത്ത് ആർക്ക് ക്ലിക്ക് കേട്ടോ. ഇവിടെ നമ്മള് നമുക്ക് ഈ ഒരു ആർക്ക് തമ്മിലാണ് നമ്മൾ ഇത് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ ആയതിന്റെ ആർക്കിന്റെ റേഡിയസ് കൊടുക്കുക. നമ്മുടെ ഇവിടെ കിട്ടിയത് 180 ആണ്. ഈ 180 നമ്മൾ ഇവിടെ കൊടുക്കുക. ഈ ആർക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറെ ആർക്കുകൾ 180 ഡിഗ്രി സെലക്ഷൻ ആയി വരും. അപ്പൊ നമുക്ക് വേണ്ട ആർക്കിനെ ഇവിടെ സെലക്ട് ചെയ്യാം. ഈ ഒരു സാധനം ഇങ്ങനെ കറക്റ്റ് ജോയിന്റ് ആയിട്ട് ഇവിടുന്ന് കയറിയിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇതുമായിട്ട് ജോയിനിങ് ആവും. അപ്പൊ ആ ഒരു മെത്തേഡ് നമ്മൾ അന്നൊരു നമുക്കൊരു പോയിന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പോയിന്റിന്റെ ആവശ്യകത ഇല്ലാതെ നമുക്ക് ഈ സാധനം സിമ്പിളായിട്ട് 180 ഡിഗ്രി നമുക്കിവിടെ വരയ്ക്കാം. പിന്നെ ഇതിന്റെ 20 എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ആർക്കിനെ ഓഫ്സെറ്റ് ചെയ്താൽ മതി. ഓഫ്സെറ്റ്
20. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇത് തമ്മിലൊരു ഫില്ലറ്റ് അന്ന് വർഷനകത്ത് R10 R12. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ലറ്റ് എടുത്തിട്ട് ട്രിം എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ സാധനം ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വയ്ക്കാം. പക്ഷെ അപ്പോൾ ഇത് ട്രിമ്മായി പോയില്ല, അത് നമ്മൾ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. R10 R12 ഇവിടെ R12. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും. ഇങ്ങനെയാണ് നമുക്കന്ന് നമ്മൾ വരച്ചത്. പക്ഷെ ഇതിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രശ്നം വരണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ടൂൾ പാത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ കർവ് ഇവിടെ ഒന്ന് മിസ്സിങ് വരും. ചെയിൻ പിടിക്കുന്ന സമയത്ത് ഈ കർവ് ഇവിടെ നമുക്ക് മിസ്സിങ് വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തമ്മിൽ നമുക്ക് ഈ ഒരു സ്കെച്ച് പ്രകാരം നമുക്ക് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് ഈ കർവ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു വിഷയം വരും. ഇത് നമുക്ക് മിസ്സിങ് പോലെ വരും. ഓക്കെ. അത് നമ്മൾ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് മെഷീൻ ചെയ്യാം എന്ന് നമുക്ക് കാണിച്ചു തരാം. ഈ മോഡൽ എന്തായാലും ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ വരയ്ക്കുന്ന സ്കെച്ചിനെ നമുക്ക് ഇതിനൊരു 2D എന്ന രീതിയിൽ നമുക്കിതിനെ ജസ്റ്റ് മെഷീനിങ് എങ്ങനെ ചെയ്യാൻ 2D സ്കെച്ച് വെച്ചിട്ട് എങ്ങനെ മെഷീനിങ് ചെയ്യാന്നുള്ളത് കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനപ്പോൾ നമ്മളന്ന് വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഈ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഇതൊന്നുകൂടി കാണിച്ചത് കേട്ടോ. എനിക്ക് ഈ സാധനം ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ സാധനം റേഡിയസ് വരച്ചതും ഇത് ഓഫ്സെറ്റ് ചെയ്തതും ഇവിടെ ഫില്ലറ്റ് കൊടുത്തതും ഇവിടെ ട്രിം ചെയ്തതും എല്ലാം. ഓക്കെ. അപ്പോൾ ഞാൻ കളയാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇനി വയർ ഷെയിമിനകത്ത് 1-2 കാര്യങ്ങൾ. ഇത് നമുക്ക് ഈ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, നമ്മൾ മോഡല് സോളിഡ് മോഡലിലേക്ക് പോകുമ്പോഴാണ് ഈ ബൗണ്ടിങ് ബോക്സ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടി വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു മോഡലിൻ്റെ നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു മോഡലിൻ്റെ ഒറിജിൻ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ടോട്ടൽ റോ മെറ്റീരിയലിൻ്റെ സൈസിന് നമുക്ക് ഇപ്പം നമുക്ക് വരുന്ന ഒരു 100 ജോബാണ് ചെയ്യണമെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ ഒരു 200 ആ സമയത്ത് നമുക്കൊരു ബൗണ്ടിങ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ സൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ബൗണ്ടിങ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് ബൗണ്ടിങ് ബോക്സ് എന്നൊരു ഓപ്ഷൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് വേറെ 1-2 കാര്യം കൊണ്ട് പറയാനുണ്ട്. അപ്പം ഞാൻ താഴെ വന്നുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു റിബൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് റിബൺസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിബൺസിൽ ഈ 2D 3D അതെന്താണെന്നൊന്നും പരിചയപ്പെടാം. ഈ 2D എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, റൈറ്റ് വ്യൂ, ഐസോമെട്രിക് വ്യൂ, അങ്ങനെ കുറേ വ്യൂ ആണ്. ഇവിടെയും കണ്ടത് നമുക്കത്. ഇവിടെ ടോപ്പ് വ്യൂ ഉണ്ട്. ഈ സൈഡ് ആക്കി കഴിഞ്ഞാൽ അടുത്ത വ്യൂ വരും. റൈറ്റ് വ്യൂ ഉണ്ട്. നമുക്കിത് ക്രിയേറ്റ് ചെയ്തിട്ട് ബോട്ടം വ്യൂ. ഇതിൻ്റെ തന്നെ സെയിം ഒരു ലെഫ്റ്റ് വ്യൂ. ഇതിൻ്റെ തന്നെ സെയിം അത് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ നമ്മുടെ മൗസിൽ കാണുന്ന ഒരു ഇത്. ഞാൻ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ, റൈറ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ രീതിയിലുള്ള അത് നമുക്ക് റൊട്ടേഷൻ ചെയ്യുന്ന രീതി. അപ്പം ആ 2D വ്യൂ, 3D വ്യൂ അതിൽ നമുക്ക് സ്കെച്ച് വരയ്ക്കുന്ന രീതിയാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് 2D വ്യൂ. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിലാണ് നമ്മൾ ഓൾമോസ്റ്റ് സകല മോഡൽ, അതായത് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോഡൽ എപ്പോഴും നമുക്ക് ടോപ്പ് വ്യൂവിലായിരിക്കണം നമുക്ക് വേണ്ടത്. ആ ടോപ്പ് വ്യൂവിൽ വന്നാൽ മാത്രമേ നമുക്ക് ടൂൾ പാത്തിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മോഡൽ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് ടോപ്പ് വ്യൂ നമുക്ക് മസ്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് 2D ഈ ഇസഡിൻ്റെ അവിടെ ഒരു 0 എന്ന രീതിയുണ്ട്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ബോർഡ് പോലെയാണ്. നമുക്ക് മുന്നേ പറയുന്നത് നമ്മളിതൊരു ബോർഡായിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്.
ഈ ബോർഡ് വരയ്ക്കുന്ന സമയത്ത് ഈ 2D Z0 എന്ന് പറഞ്ഞാൽ നമ്മൾ 2D സ്കെച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പം ഇവിടെ ഞാൻ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, ഇവിടെ ഞാൻ റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഏത് വ്യൂവിൽ നോക്കിയാലും നമ്മുടെ ഒറിജിനൽ തന്നെ ആയിരിക്കും. ടോപ്പ് വ്യൂവിൽ നമ്മുടെ എല്ലാം 0 ആണ്. ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നമുക്ക് 0 ആണ്. റൈറ്റ് വ്യൂ നോക്കിയാൽ എല്ലാം 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 0 ഏരിയയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഐസോമെട്രിക് ഇട്ട് വ്യൂ നോക്കിയാലും മേളിൽ നിന്നുള്ള വ്യൂ നോക്കിയാലും നമുക്കിത് ടോപ്പിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴത്ത് നമുക്കൊരു 20 നമ്മൾ താഴത്ത് ഒരു വ്യൂ വരയ്ക്കണം. ഇതിന്റെ സെയിം ആയിട്ടൊരു വ്യൂ വരയ്ക്കും. അപ്പൊ അതെങ്ങനെയാണ് ഒരു 20 ഓക്കെ, 20 താഴത്ത് നമുക്ക് ഇതിന് വീണ്ടും ഒരു ചെറിയ സ്ക്വയർ കൂടി ഇതിനുള്ളിൽ വരും. 20 താഴെ അതെങ്ങനെ വരയ്ക്കും? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് വ്യൂ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 2Dയിലാണ് ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ -20 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു സ്ക്വയർ റെക്ടാങ്കിൾ ഇതിന്റെ ഒറിജിനൽ വരയ്ക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഇതിന്റെ ഒപ്പം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ഐസോമെട്രിക് വ്യൂ നോക്കി കേട്ടോ, നോക്കിയാല് ഇവിടെ ഹൈറ്റ് 20 മനസ്സിലായി വന്നിരിക്കും. മനസ്സിലായി, അതായത് നമ്മൾ ടോപ്പ് വ്യൂലോട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 20 താഴത്തൂടി ഇത് വരയ്ക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ അതിനെ ഐസോമെട്രിക് വ്യൂലോട്ട് കഴിഞ്ഞാൽ അതിനൊരു 20. ഓക്കെ, ഇത് നമുക്കൊരു 50 താഴെ വിചാരിക്കും. -50. ഓക്കെ, ഇവിടെ 2 സർക്കിൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ 2D ആയിരിക്കണം, -50 ആണ്. നമ്മുടെ ഇസഡ് ഒറിജിനിൽ നിന്ന് 50 താഴെയാണ് നമ്മുടെ ഈ സർക്കിളുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ടോപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ തന്നെയാണ്. അതായത് ടോപ്പ് വിട്ടിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു 100 നമുക്ക് മേളിലാണ് കർവ് വേണ്ടത് വെച്ചു. ഓക്കെ, ഇവിടെ നമുക്ക് 100 മേളിൽ സ്പൈൻ വരയ്ക്കാം. നമ്മൾക്ക് നേരെ തന്നെ, പക്ഷെ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ 100 ഇവിടുന്ന് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 100 എന്നുള്ള പ്ലെയിനിൽ അതേ പ്ലെയിനിലായിരിക്കും. നമുക്ക് എങ്ങനെ ഈ 2D സ്കെച്ച് വരച്ചാൽ കാണിച്ചില്ല. അത് നമ്മൾ ഈ മെഷർമെന്റിലേക്ക് എത്താത്തതുകൊണ്ടാണ് അതിന്റെ ഒരു ഫുള്ള് ഇത് ഞാൻ കാണിച്ചു തരാം. അതവിടെ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് 2D ഇട്ട് ഒരു 100 ലൈനിൽ ഒരു ഇത് വരച്ചെന്ന് വിചാരിച്ചു, ഒരു സർക്കിൾ വരച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒറിജിനൽ നമുക്ക് എത്ര ഹൈറ്റിലാണ് പൊങ്ങിയിരിക്കണമെന്ന് അറിയണം. ഇപ്പൊ ഡ്രാഫ്റ്റിങ്ങിനകത്ത് വന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് സ്പാർക്ക് പോയിന്റ് ഡയമെൻഷൻ എടുക്കാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയി 100. ഈ സ്മാർട്ട് ഡയമെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് കർസർ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അത് അതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. നമ്മള് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ കാണിച്ചു തന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളത്, ഡ്രാഫ്റ്റിംഗ് എടുക്കുക, അതിൽ വെർട്ടിക്കൽ എടുക്കുക. വെർട്ടിക്കൽ എടുത്തിട്ട് ഈ ആർക്കിന്റെ സെന്റർ, ഇത് സെന്റർ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് ആർക്ക് സെന്റർ, ഈ ആർക്കിനെ പിടിച്ചു കൊടുക്കുക. ഈ ഒറിജിനാണ് വേണ്ടത്. അപ്പൊ ഇവിടെ കർസർ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കിട്ടും. പക്ഷെ ഇനി നിങ്ങൾക്ക് അത് സംശയമുണ്ട്, അവിടെ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒറിജിൻ എടുക്കുക. ഓക്കെ, 100. പക്ഷെ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇതിപ്പോ നമ്മൾ എങ്ങനെയൊക്കെ ഇതിനകത്ത് ലൈൻ വരച്ചെന്ന് പറഞ്ഞാൽ പോലും ഈ 100 ഇപ്പൊ നമ്മൾ കുറെ ലൈൻസ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എങ്ങനെ വരച്ചെന്ന് പറഞ്ഞാൽ പോലും ഇത് ഈ ലൈൻ വരക്കണതെല്ലാം ഒറിജിനിൽ നിന്ന് 100 ഹൈറ്റിലായിരിക്കും. എങ്ങനെ നോക്കിയാലും ഇത് 100 താഴേക്ക് ഒരു ലൈനും വരില്ല. അതാണ് ടോപ്പ് വ്യൂവിൽ 2D ഇട്ട് വരച്ചാലുള്ള ഒരു പ്രത്യേകത. നമ്മൾ എങ്ങനെ വരച്ചെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത് മാറി വരില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു റെക്ടാങ്കിൾ വീണ്ടും നമ്മൾ ജസ്റ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജിൽ നിന്ന് താഴത്തേക്കാണ് നമുക്ക് ലൈൻ നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ഒരു എഡ്ജിൽ നിന്ന് നമുക്ക് താഴത്തേക്കാണ് നമുക്ക് ലൈൻ വേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് നമ്മളെങ്ങനെ വരയ്ക്കും? അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഇവിടെ ഒരു പ്ലെയിൻ നമുക്ക് വരണം.
എന്നിട്ടാണ് നമുക്കിത് സിമ്പിളായിട്ട് ഇതിനെ വരച്ചെടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ടോപ്പ് വ്യൂ ഇട്ടിട്ട് എങ്ങനെ വരച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും, താഴേക്ക് വരില്ല. ഇനി റൈറ്റ് വ്യൂ ഇടും. ഓക്കെ, അപ്പോൾ റൈറ്റ് വ്യൂ ഇടുമ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റായി. ഇവിടെ നിന്നാണ് നമുക്ക് വര വേണ്ടത്. അപ്പോൾ നമ്മൾ 2D 0 ചോദിച്ചു, 0-ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൈൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നമുക്ക് താഴത്തേക്ക് ഒരു റെക്ടാങ്കിൾ വേണ്ടത്. അങ്ങനെ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ലൈനിന്റെ അവിടെ നിന്ന് എൻഡ് ചെയ്ത് ഇങ്ങനെയുള്ള വരച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലെഗ് ലൈൻ ആയിരിക്കും വന്നിരിക്കുന്നത്. ഇതൊന്ന് ഐസോമെട്രിക് വ്യൂ ഇട്ട് നോക്കി. അല്ല, ഈ നമ്മൾ വരച്ച അതേ ഒറിജിനിൽ തന്നെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അതായത് റൈറ്റ് വ്യൂയിലോട്ട് വരച്ച സമയത്ത് നമ്മൾ 0 വരച്ചുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഈ ഒറിജിനിൽ തന്നെ വന്നത്. ഇവിടെ നമ്മൾ എന്ത് വരച്ചെന്ന് റൈറ്റ് വ്യൂ ഇട്ടിട്ട് 0 ഇട്ടിട്ട് നമ്മൾ എന്ത് വരച്ചെന്ന് പറഞ്ഞാൽ പോലും ആ റൈറ്റ് വ്യൂവിന് ബേസ് ചെയ്തിട്ടായിരിക്കും ആ സാധനം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ ഒരു എൻഡിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ റൈറ്റ് വ്യൂ ഇടുക, നമ്മുടെ പ്ലെയിൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ ഈ സെറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വാല്യൂ മാറിയുണ്ടോ? ഈ സെറ്റ് 1787 പോയിട്ട് നമ്മളിങ്ങനെ വരച്ച് നോക്കാം. റൈറ്റ് വ്യൂ ഇടുക, ഇവിടെ നിന്ന് റെക്ടാങ്കിൾ നമ്മൾ ചുമ്മാ എടുത്ത് ഇവിടെ നിന്ന് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വരച്ചു നോക്കി. ഇത് തന്നെ നമുക്ക് ഇവിടെ വരക്കണം എന്ന് ചോദിച്ചു. അത് റൈറ്റ് വ്യൂ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് വ്യൂ ഇടുക. ഇടയില്ലെന്നാണ്. ഇനി നമ്മൾ എന്ത് വരച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇങ്ങനെ വരച്ചാൽ പോലും നമുക്ക് അത് ആ ലൈനിൽ വരില്ല. കേട്ടാ, ഇത് റൈറ്റ് വ്യൂ ലെങ്ത് ലൈനിലാണ് നടക്കുന്നത്. അത് നമുക്ക് വരക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് തമ്മിൽ യോജിപ്പിക്കണം. ഓക്കെ, അവിടെയാണ് ഈ 3D എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ഒരു പ്രത്യേകത വരുന്നത്. 3D നമുക്ക് ഓൺ ആക്കി ഇട്ടിട്ട് എങ്ങനെ ലൈൻസ് വരച്ചാലും നമുക്ക് ഏത് ഡയറക്ഷനിലും ഇവിടെ ലൈൻ വരച്ച് ഇത് നമ്മൾ മുട്ടിക്കണം. മുട്ടിക്കണം. ഇത് കോണിക്കലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കോണിക്കലായിട്ട്. അപ്പൊ 3D എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഏത് പ്ലാറ്റ്ഫോമിലേക്കും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് 3Dയുടെ ഒരു പ്രത്യേകത. നമുക്കൊരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ നമുക്കത് ശരിക്കും അത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ 2D 3D എന്താണെന്നുള്ളൊരു ഡിഫറൻസ് കാണിച്ചു തരാം. 3D ഇത് നമ്മൾ 2D തന്നെ പറയുന്നത്. നമ്മുടെ ജോബ് ടോപ്പ് വ്യൂയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ടോപ്പ് വ്യൂയിൽ തന്നെയാണ് നമ്മൾ ഇത് വരച്ചത്. ഓക്കെ, ടോപ്പ് വ്യൂ വരച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റൈറ്റ് വ്യൂവിൽ നിന്ന് വരയ്ക്കുന്നത് പറ്റും. ഓക്കെ, റൈറ്റ് വ്യൂ ഇടുക. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് വ്യൂ ഇട്ടിട്ട് ഒരു എക്സാമ്പിൾ വരച്ചു റൈറ്റ് വ്യൂ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്തെങ്കിലും ഒന്ന് അറിയാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇടുക. എലി പോലും തിന്നില്ല എത്ര ചീസ്. ഇതിന് ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ഏത് വ്യൂ വരച്ചപ്പോഴും നമ്മുടെ റിസൾട്ട് 0 ആയിരുന്നു. ആ 0 ആയ സമയത്ത് നമ്മൾ എന്ത് വരച്ചാൽ പോലും നമ്മുടെ ആ ഒറിജിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ വരില്ല. ഫ്രണ്ട് വ്യൂ കിടന്ന സമയത്ത് അതിന്റെ പ്ലാറ്റ്ഫോം ഒറിജിനായിരുന്നു, റൈറ്റ് വ്യൂ കിടന്ന സമയത്ത് അതിന്റെ പ്ലാറ്റ്ഫോം ഒറിജിനായിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരച്ചാൽ പോലും 0-ലിട്ട് വരച്ചാൽ ആ ഒറിജിനെ ബേസ് ചെയ്ത് മാത്രമേ വരയ്ക്കുള്ളൂ. ഇത് നമുക്ക് ഇതിനെ മുന്നോട്ട് ഒരു 10 അല്ലെങ്കിൽ 20 നമുക്ക് മുന്നോട്ട് മാറ്റിയിട്ട് ഇത് ഈ ലൈൻസിന് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ 2Dയിൽ സെറ്റ് എന്നുള്ള പൊസിഷൻ നമുക്ക് വേണ്ട ലെങ്തിലേക്ക് മാറ്റിയിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. അത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്കത് ആവശ്യമായിട്ട് വരും. കാര്യം നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കിൾ ഇങ്ങനെ വരച്ചു. ഇത് നമുക്ക് അതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു അവസരമൊക്കെ ഉണ്ട്. സെയിം അതേ ഒരു ലൈൻസ് തന്നെ നമ്മൾ വേറൊരു ഇതിൽ ഉപയോഗിക്കുന്നത് വരും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ചെയിൻ പിടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി കൊളാസ് ആകും. അപ്പോൾ ചെയിൻ തമ്മിൽ കണക്ട് കിട്ടില്ല. കാര്യം ഇതിനകത്ത് ഒന്നിലധികം ലൈൻസുകൾ വന്നു കഴിഞ്ഞാൽ ചെയിൻ പിടിക്കുമ്പോൾ ഇവർ പറയും മിസ്സിംഗ് ചെയിൻ എന്ന് കാണിച്ചിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക്
ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 5 mm മാറ്റിയിട്ട് ഈ ലൈൻസ് ഈ സ്ക്വയർ ഒന്നുകൂടി വേണം. ഒരു 5 mm ഹൈറ്റ് നമ്മളിവിടെ ഒരു 5 mm ഇട്ടിട്ട് 2D 5 mm ഇട്ടിട്ട് വീണ്ടും ഒരു ഇതേ സ്ക്വയർ തന്നെ വീണ്ടും നമ്മൾ വരച്ചു കൊടുത്താൽ നമുക്ക് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ഒരേ സ്ക്വയർ തന്നെയാണ്, പക്ഷെ എന്നാൽ 2 ഹൈറ്റിൽ നമുക്ക് കിട്ടും. ചീസ് ഇരിക്കണായിട്ട് 2 ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചെയിൻ പിടിക്കുന്ന സമയത്ത് നമുക്ക് തമ്മിലുള്ള മിസ്സിങ് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിട്ടാണ് നമ്മൾ ഈ 2D 3D മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. 3D വെച്ചിട്ട് നമുക്ക് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് 3D വെച്ച് ലൈൻസ് വരയ്ക്കും. അതാണ് 3D അതായത് എങ്ങനെ വരച്ചാൽ പോലും 3Dക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ലൈൻസുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയാണ് ഇങ്ങനെ വരയ്ക്കാൻ ഒരു ഇതുമില്ല. നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് ലൈൻസുകൾ കൊണ്ടുപോയിട്ട് നമുക്ക് വേണം വരയ്ക്കാം. ത്രീഡിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഇസഡ് എത്ര ഇടണം അങ്ങനെ ഒന്നുമില്ല. 2D വരയ്ക്കുമ്പോൾ മാത്രം നമ്മൾ ഇസഡ് എപ്പോഴും നമ്മൾ കിടക്കുന്ന വാല്യൂ എപ്പോഴാണ് നമ്മൾ നോക്കുക. നമുക്ക് ഈ 2D ഒരു ഇസഡ് പോയിന്റ് മാറി കിടക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, നമുക്കിനി ഇത് തമ്മിൽ ഒരു ആർക്ക് വേണം. ഇങ്ങനെ ഒരു 3 പോയിന്റ് വെച്ചിട്ട് ആർക്ക് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇത് വരച്ചതിന് ശേഷം നമ്മൾ 2D ഇതൊരു 10 mm അല്ലെങ്കിൽ 50 mm ഹൈറ്റിലേക്ക് പോയി. നമ്മൾ അറിയില്ല. നമ്മൾ വരച്ചെന്ന് ഇവിടെ നോക്കാം. നമുക്കൊരു ആർക്ക് വരച്ചേക്കാന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ച് ഓക്കെ ഇത് തമ്മിൽ ഒന്ന് ട്രിം ചെയ്യാന്ന് വെച്ച് ഫ്രം 2 entities കൊടുത്ത് ഫ്രം 2 entities കൊടുത്ത് അതെ ഇവിടെ നമ്മൾ ഒരു ഇങ്ങോട്ട് വരച്ച് ഇവിടെ ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ വരച്ച് ഓക്കെ നമ്മളിനി ടൂൾ പാത്ത് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയിൻ പിടിക്കുമ്പോഴത്തേക്കും നോക്കി നമുക്ക് നോട്ടത്തിൽ വിസിബിളിൽ ഒന്നായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഈ ചെയിൻ എന്തായാലും വരില്ല. അതായത് ഈ 2D 2 ഡിഫറൻസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലൈൻസുകൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇസഡ് ഏത് ലെവലിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം 2D സ്കെച്ചുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ ഇപ്പോൾ 2D സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇസഡ് എപ്പോഴും ഒരേ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്ത് വരച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ഒരേ പൊസിഷനിൽ നമുക്ക് അല്ലാത്ത പക്ഷം ഇങ്ങനെ മാറി നൽകാം. നമ്മൾ ചെയിൻ പിടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തമ്മിൽ കണക്ട് ആകാതെ ഒരു ലൈൻ ഒരു ചെയിൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയതിനു ശേഷം മാത്രം നമുക്കത് മിസ്സിങ് കാണിക്കും. അപ്പം അതാണ് ഈ 2D. ഇനിയിപ്പോൾ ഈ 2D വെച്ചിട്ടുള്ള റൈറ്റ് വ്യൂ ലെഫ്റ്റ് വ്യൂ വെച്ചിട്ടുള്ള ഒരു സ്കെച്ച് ജസ്റ്റ് ഒരു ഡെമോ സ്കെച്ച് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പം ഇതിന് നമുക്ക് അല്ലാത്ത രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വരയ്ക്കാം. അത് കുറേ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ ഞാനൊരു സ്ക്വയർ എടുത്ത് ഓക്കെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു കയ്പ് കൂടിയോ ചീസ് കഴിച്ചിട്ടാണോ ഒരു ഓഫ്സെറ്റ് ചെയിൻ കൊടുത്ത് അവളപ്പം ഗ്ലൂക്കോസിൻ്റെ ഒപ്പം കഴിച്ച് മടുത്ത ചീസാ ഓഫ്സെറ്റ് കൊടുത്ത് പിന്നെ കഴിക്കാം. ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്ത് ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ഇത് നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു ലെഗ് വേണം, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലെഗ് വേണം എന്ന് വിചാരിച്ചാൽ നമ്മൾ റൈറ്റ് വീൽ ഇടുക, 2D പ്രസ് ചെയ്യുക, ഇസഡ് എടുക്കുക, ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 2D എടുക്കുക, ഇസഡ് എടുക്കുക, ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് വ്യൂ ഇടുക. നമുക്ക് ഇതേപോലെ ഇതാണ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇത് ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെച്ച്
സ്കെച്ച് വെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ്. അല്ലാത്ത രീതി വേണം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സാധനം നമുക്ക് അവിടെ കിട്ടും. സ്കെച്ച് വെച്ച് വരയ്ക്കേണ്ട ഇതിന്റെ അടുത്ത എൻഡിലാണ് നമുക്ക് ഈ സെയിം സാധനം തന്നെ വേണം. ഓക്കെ, അപ്പൊ 2D നമ്മൾ ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യും. ഈ ഒറിജിനൽ ആയതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. സെയിം തന്നെ. ഓക്കെ, ഇനി ഇത് നല്ലൊരു ലൈൻ വേണം. കാരണം നമുക്ക് 3D സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്ന കേസുകൾ ഇതുണ്ട്. ഇങ്ങനെയായിട്ട് ഇതാണ് മുട്ടിച്ച 3D സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്ന കാര്യങ്ങൾ. പക്ഷെ 2D സ്കെച്ചിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ 2D ഇടുക. ഇനി ഫ്രണ്ട് വ്യൂവിലിട്ടാൽ മാത്രമേ നമുക്കിത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടോപ്പ് വ്യൂവിലിട്ട് നമ്മൾ 2D 0 ഇട്ട് വരെ അവിടെ പോകും. ഇത് നമ്മൾ വരച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് ആ ലൈൻ കിട്ടും. ഫ്രണ്ട് വ്യൂവിലിട്ട് ഇവിടുന്ന് ലൈൻ എടുത്ത് നമ്മളെ ഈ ഒറിജിനൽ മാറി നിൽക്കുന്നുണ്ടോ. ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഇസെറ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഈ കോർണർ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇസെറ്റ് 149 മാറിയിട്ടുണ്ട്. അവിടെ ഈ ലൈൻ എടുത്തിട്ട് അപ്പോഴേ നമുക്ക് ആ ഫ്രണ്ട് വ്യൂ ഒന്ന് വരയ്ക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒറിജിനൽ എത്ര മാറിയിട്ടാണോ ഡിസ്റ്റൻസ് നിൽക്കുന്നത് അവിടെ വരയ്ക്കണം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം എത്ര മാറിയിട്ടാണോ നമുക്ക് ലൈൻസ് വേണ്ടത്. അത് നമ്മളവിടെ ഡിസ്റ്റൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ 2D സ്കെച്ചിൽ വരയ്ക്കാൻ പറ്റും. അത് നമുക്ക് തന്നെ കറക്റ്റായിട്ട് എക്സാക്ട് കിട്ടും. ഇനി ഇത് അല്ലാത്ത രീതിയിൽ നമുക്കുള്ള 3D വേണം നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന കേസുള്ളൂ. 3D-ലാണെങ്കിൽ 2D എന്നിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. 3D ഇടുക. ഇത് നമുക്കറിയാം. ഇല്ല 3D നമുക്ക് ഇപ്പം നമ്മൾ 2D ഒന്നും വേണ്ട. ഇത് 0 ആണെങ്കിൽ ഇത് ഇവിടെ എത്ര വാല്യൂ കിടന്നാലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് 3Dയിലേക്ക് ഇടുക. ലൈൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, പോയിന്റ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, പോയിന്റ്. അപ്പോൾ 3Dയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഒന്നും മാറി 2D സ്കെച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം ഇസെറ്റിന്റെ വാല്യൂ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇസെറ്റിന്റെ വാല്യൂ എവിടെയാണ് കിടക്കുന്നത് നോക്കുക. അത് 0-ലാണെങ്കിൽ ഒറിജിനൽ ബേസ് ചെയ്തായിരിക്കും എപ്പോഴും നമ്മുടെ സ്കെച്ചസ് വരിക. അല്ലെങ്കിൽ ഇസെറ്റിന്റെ എത്രയെങ്കിലും വാല്യൂ കിടപ്പുണ്ടെങ്കിൽ ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോക്കുക. ഏത് പ്ലെയിനിന് ബേസ് ചെയ്തിട്ടാണ് സ്കെച്ചസ് വരുന്നത് അത് ഇങ്ങനെയായിരിക്കും. അപ്പൊ അത് ഒന്ന് ശരിക്കും നോട്ട് ചെയ്യുള്ളൂ. നാളെ നമുക്ക് 2D സ്കെച്ചസിന്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഡ്രോയിങ്സ് വരയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന നമ്മളന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ട്രാൻസ്ഫോമിന്റെ കുറച്ച് ജസ്റ്റ് ഞാൻ കാണിക്കുന്നതാണ്. റൊട്ടേഷനെ പറ്റി അന്ന് ഞാനത് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്കിതിനെ മൂവി ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ട്രാൻസ്ലേറ്റ്. ഓക്കെ, അതായത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്രയെങ്കിലും ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പോയിന്റ് ഇവിടെ കൊടുത്താൽ 100 മാറിയിട്ട് വേണം. നമ്മൾ സ്ഥലത്ത് വായിച്ചിട്ട് അപ്പം ഇതിനെ നമുക്കിങ്ങനെ മുന്നോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാൻസ്ലേറ്റ്. ഓക്കെ, നമുക്കിവിടെ നിന്ന് നമ്പർ 5 നമ്പർ വേണം. നമുക്ക് എക്സെട്ര വേണമെന്ന് ഇവിടെ നോക്കാം. അത് പറഞ്ഞു കൊടുത്താൽ 5 ട്രാൻസ്ലേറ്റ് ആകും. 100 മാറിയിട്ട് ഒരു 60 എക്സ് ഡിസ്റ്റൻസിൽ 5 വിഡ്ത്തിലാണ് നമുക്ക് പോകുന്നത്. ഇനി എക്സും വൈയും നമുക്കറിയാം. കോണിക്കലായിട്ട് പോകണമെങ്കിൽ എക്സും വൈയും 25 എക്സ് വൈ ഒരുമിച്ചുള്ള മൂവ്മെന്റ് ആയിരിക്കും പോകുന്നത്. നമ്മൾ y 0 കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ഇത് നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ,
ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ നമുക്ക് ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. ട്രാൻസ്ഫോം എടുക്കുക, ട്രാൻസ്ലേറ്റ് എടുക്കുക, നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിപ്പോ നമുക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ സെലക്ഷൻ. ഓക്കെ, ഇൻസ്റ്റലേഷൻ നമുക്ക് ഈ ഒറിജിനിൽ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു വെക്റ്റർ ഓപ്ഷൻ സെലക്ഷൻ ചെയ്യാം. വെക്റ്റർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഡിഫൈൻ ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ ട്രാൻസ്ലേഷൻ വെക്റ്റർ. എവിടുന്നാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് വേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മൾ പറയുവാണ് നമുക്ക് ഈ ആർക്കിന്റെ സെന്ററിൽ നിന്ന് ഈ ആർക്കിന്റെ എൻഡിലേക്കാണ് ആർക്ക് സെന്റർ. ഈ സെന്ററിൽ നിന്ന് നമുക്ക് ഈ പോയിന്റിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇത് നമ്മൾ പറയാണ് ഈ പോയിന്റ് ചെയ്ത് ഇതിന്റെ പോയിന്റിലേക്കാണ് വേണ്ടത്. നമ്മൾ വീണ്ടും സെലക്ഷൻ ചെയ്ത് എന്റെ സെലക്ഷൻ ചെയ്ത് നമ്മൾ പറയാണ് റോഡിന് പൈസ വരുമോ? വീണ്ടും നമ്മൾ ഇവിടുന്ന് ആർക്ക് എടുക്കുന്നു. ഈ പോയിന്റ് ചെയ്ത് ഈ പോയിന്റിലേക്കാണ് വേണ്ടത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെന്റർ പോയിന്റ് അതിന്റെ പോയിന്റിലേക്ക്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇത് അതിന്റെ എക്സ് വൈ ഡയറക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ബോത്ത് സൈഡിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ നിന്ന് ബോത്ത് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് ചെയ്തിരിക്കുന്ന അതേ മെത്തേഡ്. അതാണ് ഈ വെക്റ്റർ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടൂൾപാത്ത് ചെയ്യുന്ന സമയത്ത് മോഡൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാനമാണ് വെക്റ്റർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ഫ്രെയിം നമുക്ക് ഇത് ചെയ്യുന്നത് കാണിക്കാൻ റൊട്ടേറ്റ് കഴിഞ്ഞ സമയം കാണിച്ചിരുന്നത് പ്രൊജക്റ്റ് ബാക്കി മൂവ് ടു ഒറിജിൻ മിററും കാണിക്കാൻ ജോബ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഡൈനാമിക് ജോബ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു മിറർ ഓപ്ഷനാണ്. സെയിം ഈ റൊട്ടേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മിറർ. ഓക്കെ, നമുക്കിതിനെ മിറർ ചെയ്യാം. ഓക്കെ, എങ്ങനെ മിറർ ചെയ്യാം? എന്റെ സെലക്ഷൻ. അപ്പം ഇവിടെ നമുക്ക് ആക്സ് ചെയ്യും. എക്സ് ആക്സിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്സ് സെലക്ഷൻ ചെയ്തിട്ടുണ്ട് എക്സ്. ഓക്കെ, നമ്മൾ എക്സ് ആക്സിൽ വേണം വൈ ഓപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. ഈ വൈ ആക്സ് ഈ ലൈൻസിന്റെ വൈ എക്സും വൈയും ഇതിന്റെ എക്സ് വൈ ബോത്ത് ഡയറക്ഷനിലേക്ക് വരും. ഇനി നമുക്കൊരു ആംഗിൾ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 45 ഡിഗ്രി ആംഗിൾ കൊടുത്തിട്ട് 45 ഡിഗ്രി ആംഗിൾ ഇത് വെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ലൈനിനെ വെച്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ചെയ്യും. അതായത് ചില സമയത്ത് നമ്മളൊരു ഡ്രോയിങ് മോഡൽ വരയ്ക്കുന്ന സമയത്ത് മോഡൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഈ പില്ലർ ഹോളൊക്കെ ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ ജസ്റ്റ് ഈ ഒരു 3 മൂലയ്ക്കും ഈ സാധനം തന്നെ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസും സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ നമ്മൾ എക്സും പറഞ്ഞു കൊടുത്താൽ എക്സിലേക്ക് മാത്രം വരും. ഓക്കെ, വൈ പറഞ്ഞു കൊടുത്താൽ വൈയിലേക്ക് മാത്രം വരും. എക്സും വൈ 4 കോർണർ വേണമെന്നുണ്ടെങ്കിൽ 4 കോർണർ കേട്ടോ. ഈ പില്ലറൊക്കെ ഇറക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. എക്സ് ക്ലിക്ക് ചെയ്ത് എക്സിന് മാത്രം വരും, വൈയിൽ ക്ലിക്ക് ചെയ്ത് വൈയിൽ മാത്രം വരും, എക്സ് വൈ ക്ലിക്ക് ചെയ്ത് 4 സൈഡിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയുകയാണ്. അതല്ല സെൻറ്റർ വേണ്ട, സെൻറ്റർ വേണ്ട. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്ലോട്ടുണ്ട്, ഒരു ലൈനുണ്ട്. ഈ ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇപ്പുറത്തേക്ക് മിറർ വേണ്ടത്. അങ്ങനെയുള്ള ഓപ്ഷനിലാണ് ട്രാൻസ്ഫോം മിറർ. 2 ലൈൻ സെലക്ഷൻ ചെയ്യുക. നമുക്ക് വേണ്ടതിന് ഈ ലൈൻസിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഇപ്പുറത്ത് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു വെക്റ്റർ എന്ന് പറഞ്ഞ സെലക്ഷൻ വെക്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെക്റ്റർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട വെക്റ്റർ ഈ ലൈനെ ബേസ് ചെയ്തായിരിക്കും ഇത് വരുന്നത്. ഇനി നമുക്ക് ഈ ഇപ്പുറ സൈഡിലേക്കാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ വെക്റ്റർ മാറ്റി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ വെക്റ്റർ ഇപ്പുറത്തേക്ക് ഇവിടെ നമുക്കൊരു ആംഗിളായിട്ട് ഇങ്ങനെ ടൈപ്പ് കിടക്കും. ഇതാണ് നമ്മുടെ വെക്റ്റർ വേണമെങ്കിൽ ഓപ്ഷൻ
സമയത്ത് ശരിക്കും മോഡൽ ചെയ്യുന്ന സമയത്ത് ഈ മിററിന്റെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എൻറ്റിറ്റീസിനെ മിറർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചത്. പിന്നെ നമുക്കിവിടെ ഒരു റിബൺ നമുക്കിവിടെ ഈ സെല്ലിൽ റിബൺ നമുക്ക് ഷോർട്ട് കേസ് ഉള്ളതാണ്. നമ്മൾ ഇതിന് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് സെലക്ഷൻ പോയിന്റ് നമ്മുടെ ഇവിടെ കുറെ പോയിന്റുകളുണ്ടെന്ന് വിചാരിക്കുക. സർക്കിളുകളുണ്ട്, കുറച്ച് ലൈൻസ് ഉണ്ട്. എന്താണോ സെലക്ഷൻ ചെയ്യേണ്ടത് അല്ല ശരിയല്ലേ? പോയിന്റുകൾ മാത്രം അതുപോലെ തന്നെയാണ് നമുക്ക് ലൈൻസ് ടോൾ ലൈൻ ഈ ലൈൻ എവിടെയൊക്കെ ലൈൻ ഉണ്ടോ ആ ലൈന് മാത്രം സെലക്ഷൻ. സർക്കിൾ എവിടെയൊക്കെ നമുക്ക് സർക്കിൾ ഉണ്ടോ ആ സർക്കിളെല്ലാം നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഗ്രീൻ കളറുള്ള ലൈൻസ് വേണം, പോയിന്റ് വേണം, സർക്കിൾ. നമ്മൾ എന്ത് ചെയ്യുന്നത് കളർ വെച്ച് സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കുറെ കളർ ഈ ഡിസ്പ്ലേയിലുള്ള എല്ലാ കളറും വരും. നമുക്ക് ബ്ലൂ കളറുള്ള ഐറ്റംസ് മാത്രം നമുക്ക് വേണം. ആ ബ്ലൂ കളർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ഗ്രീൻ കളർ, ക്ലിക്ക് ചെയ്യുക എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളറിലുള്ള ഡിസ്പ്ലേയിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ചെയ്ത് വരുന്ന സമയത്ത് വലിയ മോഡൽ ചെയ്യുന്ന നമുക്ക് ഒത്തിരി ലൈൻസ് പോയിന്റുകളൊക്കെ ഒത്തിരി പോയിന്റുകൾ. അപ്പോൾ നമ്മൾ ഈ കളർ ചേഞ്ച് ചെയ്തിട്ട് വരക്കുന്ന സമയത്ത് നമുക്ക് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ സെലക്ട് ഓൾ എൻറ്റിറ്റീസ്. ഇനി ഇത് ലെവൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞു തന്നില്ല, ലെവൽ തരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് സെയിം അത് തന്നെ സ്പ്ലൈൻ എൻറ്റിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ഓൾ സ്പ്ലൈൻ. ഈ ഡയമെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് എൻറ്റിറ്റീസിനെ സെലക്ഷൻ ചെയ്യാം. അതായത് നമ്മളിവിടെ ഡ്രാഫ്റ്റിംഗ് ഇവിടെ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇതൊരു ഡ്രാഫ്റ്റിംഗ് പോയിന്റാണ്. ഡ്രാഫ്റ്റിംഗ് പോയിന്റ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് പോയിന്റുകൾ മാത്രം പിടിക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ ഡ്രാഫ്റ്റിംഗ് പോയിന്റ്. ഇതിനകത്ത് അൺസെലക്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺസെലക്ഷൻ വരും. സെയിം അതുപോലെ തന്നെ നമുക്ക് ഈ സർഫസ് സെലക്ഷനും
മെഷ് എൻറ്റിറ്റീസ്, സോളിഡ്. ഇത് രണ്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോളിഡും സർഫസ്. ടൂൾപാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾ സോളിഡ് എൻറ്റിറ്റീസ് കൊടുക്കണം. നമ്മൾ മാക്സിമം ടൂൾപാത്ത് ചെയ്യാറ്, അല്ലെങ്കിൽ ഓൾ സർഫസ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് മാക്സിമം ടൂൾപാത്ത് സെലക്ഷൻ ചെയ്യാറ്. നമ്മളിത് ഞാൻ ടൂൾപാത്ത് ചെയ്തു വരുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റിസൾട്ട് എൻറ്റിറ്റീസ്. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക, ട്രാൻസ്ലേറ്റ് ഓൾ പോയിന്റ് എൻറ്റിറ്റീസ് എൻ്റെ സെലക്ഷൻ. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഓക്കെ ഡൺ കൊടുത്ത് വീണ്ടും നമുക്ക് ഈ പോയിന്റിനെ ഒന്നുകൂടി മൂവ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് സെലക്ട് ചെയ്ത റിസൾട്ട് എൻറ്റിറ്റീസ് വീണ്ടും ഒന്നുകൂടി സെലക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതാണ് വരുന്നത് ഓൾ റിസൾട്ട് എൻറ്റിറ്റീസ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത എന്തിൻ്റെ റിസൾട്ടാണോ നമുക്ക് വേണ്ടത് ആ റിസൾട്ട് എൻറ്റിറ്റീസിനെ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ഗ്രൂപ്പ് എൻറ്റിറ്റീസ്, ഗ്രൂപ്പുകളുണ്ടെങ്കിൽ കുറേ ഗ്രൂപ്പ് എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സെലക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഗ്രൂപ്പുകൾ നെയിം ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നെയിം വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്ന സമയത്ത് ഈ രണ്ട് ഓപ്ഷൻസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ സോപ്പോ സർവീസ് ഇത് കാണിച്ചു തരാം, ഡെമോ കാണിച്ചു തരാം. അതായത് നമുക്ക് എന്താ സർഫസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സർഫസ് നമ്മൾ നമ്മൾ ടൂൾപാത്ത് ചെയ്ത സമയത്ത് നമ്മുടെ മോഡല് നമ്മൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫോർ സോൾഡ് എൻറ്റിറ്റീസ് എന്നുള്ള ഓപ്ഷൻ ഫോർ സോൾഡ് എൻറ്റിറ്റീസ് ഈ മോഡലിനകത്തുള്ള ഫോർ സോൾഡ് സെലക്ഷൻ വരും. അതാണ് ഓൾ സോൾഡ് എൻറ്റിറ്റീസ് സെലക്ഷൻ. അതുപോലെ സർഫസ് ഓൾ സർഫസ് സെലക്ഷൻ, സർഫസ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം സെലക്ഷൻ. അതാണ് ഓൾ സർഫസ് സെലക്ഷൻ. ഇതിട്ട് നമ്മൾ എന്ത് സെലക്ഷൻ ചെയ്താലും വരില്ല. ഈ സർഫസ് മാത്രം സെലക്ഷൻ ചെയ്താലേ വരുള്ളൂ. താഴെ നമ്മൾ ഓണാക്കിയിട്ടിരിക്കുകയാണ് സെലക്ട് ഓൺലി സർഫസ്. നമ്മൾ എന്ത് സെലക്ഷൻ ചെയ്താലും വേറെ സെലക്ഷൻ കിട്ടില്ല. ജസ്റ്റ് സർഫസ് എവിടെയുണ്ടോ അവിടെ മാത്രം സെലക്ഷൻ കിട്ടും. അതുപോലെ തന്നെ സെലക്ട് ഓൺലി സോൾഡ് എൻറ്റിറ്റീസ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സോൾഡിന് മാത്രം നമുക്ക് സെലക്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. വേറെ ഒന്നും സെലക്ഷൻ ചെയ്യാൻ പറ്റില്ല. അടിവശത്തിരിക്കുന്ന ഈ കാഷിന്റെ നേരെ താഴ്ന്നിരിക്കുന്ന അതൊക്കെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പോയിന്റുകളുടെ മാത്രം സെലക്ഷൻ ചെയ്യാൻ പറ്റില്ല. വേറെ സെലക്ഷൻ ഒന്നും നടക്കുന്നുണ്ടായില്ല. ഇത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഓരോരോ പൊസിഷൻസ് ശരിക്കും നമ്മൾ കാണിച്ചു തരണം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇത് നമുക്ക് അറിയേണ്ട കാര്യം നമ്മൾ ജസ്റ്റ് നമ്മൾ കർസർ കൊണ്ട് വെച്ചാൽ മതി. സെലക്ട് ഓൾ പോയിന്റ് എൻറ്റിറ്റീസ് സെലക്ട് ഓൾ ലെവൽ ഞാൻ പറഞ്ഞുതരാം.
ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ഇവിടെ ഒരു ഫില്ലറ്റ് കൂടി ഉണ്ടോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ഫില്ലറ്റ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ജോമെട്രി എടുത്തിട്ട് സർക്കിൾ കൊടുത്തൊരു കുഴപ്പമുണ്ട്. ഇവിടെ സർക്കിൾ വന്നിരിക്കുന്നുണ്ട്. ഈ പോയിന്റോട് ക്ലിക്ക് ചെയ്ത് പിടി. നമ്മുടെ ഡിസ്പ്ലേയിലുള്ള സർക്കിൾസിന് ഫുള്ള് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം ചെയ്യുന്ന സമയത്ത് ഈ സർക്കിൾസ് ഇത് മാത്രമല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെ, നമ്മുടെ മോഡൽ ഇവിടെ എവിടെയൊക്കെ കർവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടൈം കൊണ്ടാരം ഇത്തരം സാധനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് ചെയിൻസ് വിൻഡോ പോളിയുടെ സെലക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ ഇതുകൂടി കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓരോ 2D 3D സ്കെച്ചിൽ 2D സ്കെച്ച് ആദ്യം വരയ്ക്കാം. അതിനുശേഷം കുറച്ച് 3D സ്കെച്ചുകൾ വരച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഓരോ സാധാരണ നമുക്ക് ഓരോ ടൂൾ പാത്തിലേക്ക് നമുക്ക് മെല്ലെ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കെച്ച് ആദ്യം നല്ലപോലെ എന്തിനാണ് ഏതൊക്കെ സെലക്ഷൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നല്ലപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ടൂൾ പാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത്രയും മാസ്റ്റർ ക്യാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും നമ്മുടെ സ്കെച്ചിനെ ബേസ് ചെയ്തിട്ട്, അതായത് മോഡൽ വിത്ത് സ്കെച്ചാണ് നമ്മുടെ ടൂൾ പാത്ത്. മോഡലും സ്കെച്ചും കൂടി ഒരേ ഇതിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ടൂൾ പാത്തുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്കെച്ചിനെ ഇത്ര പറഞ്ഞു തരുന്നത്. ടൂൾ പാത്തിലേക്ക് പോകാതെ സ്കെച്ച് അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് എല്ലാവരും വീട്ടിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ക്ലാസ് നമുക്ക് ഉണ്ടായാലും തിങ്കളാഴ്ച ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹലോ, അപ്പോൾ നമ്മൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ സമയം കണ്ടെത്തി കുറച്ചൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ടൈമില്ലെന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറകിലേക്ക് പോകും. എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ചെറുതായാലും ഒരു 1-2 ലൈൻസ് ആയാലും 1-2 കാര്യങ്ങളായാലും ഒന്ന് വരച്ച് ജസ്റ്റ് ഒന്ന് നോക്കണം. അതുപോലെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെത് ഒന്ന് നാളത്തോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ശരിയാക്കി ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. പക്ഷേ അത് പേയ്മെൻറ്റ് ചെയ്താലും വേറെ ഫ്രീ ആപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അതിന് സൗണ്ട് വീഡിയോസ് എല്ലാം നല്ലപോലെ കിട്ടുന്നുണ്ട്. ചെയ്തിട്ട് നമുക്കിട്ടുള്ള ക്ലാസ്സുകളൊക്കെ റെക്കോർഡിങ്ങിലാക്കിയിട്ട് നമുക്ക് ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ എന്നാൽ. ഓക്കെ ശരി. കയറി അറിഞ്ഞില്ല കൊണ്ടാരം.